ഇപ്പോൾ ഭാര്യ ഈ കമീനോ ഡി സാന്റിയാഗോയെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. എനിക്ക് 70 വയസ്സാകുമായിരുന്നു ഈ വർഷം, ഭാര്യയ്ക്ക് 69 വയസ്സും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രായത്തിൽ ഇത്രയും ഒരു ലോങ് ഡിസ്റ്റൻസ് നടപ്പ് പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളൊരു മനസ്സിലൊരു ഐഡിയ വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മഴ തുടങ്ങി, നല്ല മഴ. അത് മഴയ്ക്കയുടെ കൂട്ടത്തിൽ ഐസ്, ഇങ്ങനെ ചെറിയ കണികകൾ ഐസ് കൊണ്ട്. അപ്പോൾ കാറ്റും ഈ തണുപ്പും മഴയെല്ലാം കൂടെ ആയപ്പോഴേക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും, ഞാനും ഭാര്യയുടെയും കൈയെല്ലാം മരവിച്ച് കാലെല്ലാം മരവിച്ച് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത്. വളരെ കെയർഫുൾ അല്ലെങ്കിൽ നമുക്ക് ആക്സിഡൻറ്റ്സ് ഉണ്ടാവാം. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയാൽ മതി, വീഴും, കാലൊടിയുവോ അല്ലെങ്കിൽ ഉളുക്കുകയോ എന്ത് വേണേലും ചെയ്യാം. എൻ്റെ പേര് ജോർജ്, തൊടുപുഴ സ്വദേശിയാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് അമേരിക്കയിൽ താമസിക്കുന്നു, ന്യൂയോർക്കിൽ. 2025 ഞാനും എൻ്റെ ഭാര്യ ഗ്രേസിയും കൂടി 800 കിലോമീറ്റർ നീളമുള്ള ഒരു തീർത്ഥാടന യാത്ര ചെയ്തു. ഫ്രാൻസിൽ തുടങ്ങി സ്പെയിനിൽ അവസാനിക്കുന്ന തീർത്ഥയാത്ര. അത് 42 ദിവസം കൊണ്ട് തീർത്തു. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് ഞാനിപ്പോൾ. ഞാൻ ന്യൂയോർക്കിലെ മെട്രോ സിസ്റ്റത്തിൽ ആണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 29 വർഷത്തെ ജോലിക്ക് ശേഷം അവിടെ നിന്ന് റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഐഡിയ, എൻ്റെ ഭാര്യയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ലോകം ചുറ്റിക്കറങ്ങി നടന്ന് കാണുക എന്നാണ്. അത് ഇപ്പം കുറേ രാജ്യങ്ങളിൽ നിന്ന് കടന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു ടൂർ കമ്പനിയുടെ കൂട്ടത്തിൽ തായ്ലാൻഡിൽ നിന്ന് പോയത്. സെക്കൻഡ് ടൈമാണ് പോയത്. തായ്ലാൻഡിൽ പോയി അവിടെ വെച്ച് ഒരു ബാരി എന്നു പേരുള്ള ലോയറെ കണ്ട് പരിചയപ്പെട്ട് ഞങ്ങൾ. അയാൾ വാഷിങ്ടണിൽ നിന്ന് വന്ന ഒരാളാണ്, വിത്ത് ഭാര്യയോടുകൂടി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ യാത്രയുടെ വിശദവിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈ കമീനോ ഡി സാന്റിയാഗോ എന്ന് പേരുള്ളൊരു പിൽഗ്രിം വാക്കുണ്ട്. ഫ്രാൻസിൽ തുടങ്ങിയിട്ട് സ്പെയിനിൽ അവസാനിക്കുന്ന നടപ്പാണത്. അപ്പോൾ ഭാര്യ ഈ കമീനോ ഡി സാന്റിയാഗോയെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. എനിക്ക് 70 വയസ്സാകുമായിരുന്നു ഈ വർഷം, മെയ് 14 70 വയസ്സ് തികയും. ഭാര്യയ്ക്ക് 69 വയസ്സും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രായത്തിൽ ഇത്രയും ഒരു ലോങ് ഡിസ്റ്റൻസ് നടപ്പ് പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളൊരു മനസ്സിലൊരു ഐഡിയ വന്നു. അപ്പോൾ അതിനെപ്പറ്റി റിസർച്ച് നടത്താനായിട്ട് ഓൺലൈനിലൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കി, യൂട്യൂബിൽ പോയി നോക്കി. അങ്ങനെ യൂട്യൂബിൽ നിന്ന് കുറേ ഐഡിയ കിട്ടി. പിന്നെ ഭാര്യയുടെ ഗൈഡൻസും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ഈ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഈ ടൂറ് അത് യാത്ര ഹെൽപ്പ് ചെയ്യുന്ന കുറേ കമ്പനികളുണ്ട് സ്പെയിനിലും ഫ്രാൻസിലുമായിട്ട്. അവരിൽ ഒരു കമ്പനി പിൽഗ്രിംസ് എന്ന് പറയുന്നൊരു കമ്പനിയുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു. അവരാദ്യം ഞങ്ങൾക്ക് ഒരു 34 ദിവസത്തെ ഐറ്റിനറി ഉണ്ടാക്കി തന്നു. അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണല്ലോ ഇത്, അതുകൊണ്ട് എത്രമാത്രം അങ്ങനെ ഒരു ദിവസം കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരു സംശയം തോന്നിയതുകൊണ്ട് അവരോട് ഞാൻ പറഞ്ഞു, ഇത് ഇച്ചിരി ടൂ മച്ചാണ്, അതുകൊണ്ട് ഇതൊരു 39 ദിവസമോ അല്ലെങ്കിൽ 40 ദിവസം ആക്കി തരാമോ എന്ന് ചോദിച്ചു. അവരങ്ങനെ ആക്കി തന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു തോന്നല്, തുടർച്ചയായിട്ട് 39 ദിവസം നടക്കുന്നത് അത്ര പന്തിയാണെന്ന് എനിക്ക് തോന്നിയില്ല, ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അവർ 4 ദിവസത്തേക്ക് കൂട്ടി തന്നു. അപ്പോൾ ഈ 4 ദിവസം ഇതിൻ്റെ റൂട്ടിലുള്ള 4 സിറ്റികളൊന്ന് നടന്ന് കാണുകയോ അതിനെപ്പറ്റി ഒന്ന് കണ്ടു പഠിക്കുകയോ ചെയ്യാവുന്നുള്ള ഐഡിയയിൽ ഞങ്ങൾ 42 ദിവസത്തേക്കാക്കി. അങ്ങനെയാണ് ഈ ടൂറ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഏപ്രിൽ 16 ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ടു. ന്യൂയോർക്കിൽ നിന്ന് ഞങ്ങൾ ആദ്യം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലേക്ക് പോയി. ജനീവയിൽ നിന്ന് ബിയാറിറ്റ്സ് എന്ന പേരുള്ള സ്ഥലം ഫ്രാൻസിലുണ്ട്, അറ്റ്ലാന്റിക് ഓഷൻ്റെ കരയ്ക്കിരിക്കുന്ന സിറ്റിയാണത്. അവിടെ പോയി 2 ദിവസം താമസിച്ച് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ സാൻ ജോൺ പൈഡ്, അത് സ്പാനിഷിലുള്ള വേർഡാണ്, ആ സ്ഥലത്താണ്. അത് പിരണീസ് മൗണ്ടൻ റേഞ്ചിൻ്റെ ചുവട്ടിലുള്ളൊരു സിറ്റിയാണത്. അവിടെയാണ് ഈ പറയപ്പെടുന്ന യാത്ര തുടങ്ങുന്നത്. പക്ഷേ ഈ യാത്ര പല സ്ഥലത്തു നിന്ന് തുടങ്ങാം. അപ്പോൾ ഓൺലൈനിൽ പോയി സെർച്ച് ചെയ്ത് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് എന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞതാണ് കമീനോ ഡി ഫ്രാൻസസ്. അതാണ് സാൻ ജോൺ പൈഡിൽ നിന്ന് പുറപ്പെട്ട് സാന്റിയാഗോ സെയിൻറ്റ് ജെയിംസ് കത്തീഡ്രൽ വരെ പോകുന്ന റൂട്ടാണ്, 800 കിലോമീറ്റർ നീളം. അപ്പോൾ അതങ്ങ് തീരുമാനിച്ചു. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്യുന്ന റൂട്ടാണല്ലോ.
അതുകൊണ്ട് അത് ഞങ്ങൾ പിക്ക് ചെയ്തു. ഏപ്രിൽ 20 ഞങ്ങളുടെ യാത്ര യഥാർത്ഥത്തിൽ തുടങ്ങിയത്. അവിടെ സെയിൻറ്റ് ജോൺ പൈറ്റ് പോർട്ട് എന്ന് പറഞ്ഞ സ്ഥലം, അത് ഫ്രാൻസിലെ ഈ പെരണീസ് മൗണ്ടൻ്റെ ചുവട്ടിലുള്ളൊരു സിറ്റിയാണ്, ഒരു ചെറിയ സിറ്റി. അവിടുന്ന് യാത്ര തുടങ്ങിയത്. അവിടെ ഒരു കത്തീഡ്രലുണ്ട്. ഈ കത്തീഡ്രലിൽ പോയി വിസിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് തുടങ്ങുന്നത് മെയിൻലി. അവിടുന്ന് പുറപ്പെട്ട് പെരണീസ് മൗണ്ടൻ ഞങ്ങൾ കയറുമ്പോൾ അവിടെ ടാറിട്ട റോഡുണ്ട്, പക്ഷെ കുത്തനെയുള്ള കയറ്റം. 1.5 കിലോമീറ്റർ എലവേഷനുള്ള സ്ഥലമാണ് ഈ പെരണീസ് മൗണ്ടൻ്റെ ടോപ്പ്. അപ്പോൾ അങ്ങോട്ട് പുറപ്പെട്ട് ഈ ടാറിട്ട റോഡിൽ കൂടെ നടന്ന് മുകളിൽ ചെന്നപ്പോൾ അവിടെ ആരും ഒരു മനുഷ്യനും ആ റോഡിൽ കൂടെ നടക്കുന്നില്ല, ഞങ്ങൾ മാത്രം. ഭക്ഷണത്തിന് യാതൊരു സൗകര്യങ്ങളും ഇല്ല. പക്ഷേ ഏറ്റവും മുകളിൽ ചെന്നപ്പോൾ ആൽബർഗെ എന്ന് പേരുള്ള ഒരു സ്ഥലമുണ്ട്, ഹോട്ടൽ നിക്കോലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. ആൽബർഗെ എന്ന് പറഞ്ഞാൽ ഈ ആദ്യകാലത്ത് പിൽഗ്രിം വാക്ക് നടപ്പ് ആൾക്കാർ തുടങ്ങിയപ്പോൾ താമസിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെ സത്രം എന്ന് പറയുന്നതിന് തുല്യമായിട്ട് അന്ന് ബിൽഡിങ്സ് പണിതിട്ട് ഈ പോകുന്ന ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ആൽബർഗെ. ഇല്ലെങ്കിൽ അതിന് ഹോസ്പിറ്റൽസ് എന്നാണ് ഒറിജിനലി പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ചെന്ന് ആൽബർഗയിൽ നിന്ന് കുറച്ച് സൂപ്പും ഒക്കെ കഴിച്ച് വിശപ്പൊക്കെ മാറ്റിയിട്ട് ഞങ്ങളുടെ യാത്ര അങ്ങ് തുടർന്നു. അപ്പോൾ ഫ്രാൻസിൻ്റെ സൈഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ താഴെ ഫാം ലാൻഡ്സ്, നല്ല പച്ച കളറുള്ള സ്ഥലങ്ങളാണ് മുഴുവൻ. അതിമനോഹരമായ സ്ഥലമാണ് അവിടെ. അത് കഴിഞ്ഞ് ഈ മലയുടെ മുകളിലെത്തി സ്പെയിനിലേക്ക് കടക്കുമ്പോൾ അവിടെ ബോർഡർ ഒന്നുമില്ല. വെറുതെ നമുക്കൊരു അസംഷൻ മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്പെയിനിലേക്കാണെന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. കാരണം രണ്ടും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളായതുകൊണ്ട് അവിടെ അങ്ങനെ ബോർഡറോ ഗേറ്റോ ഒന്നുമില്ല, മാർക്കിംഗ് പോലും ഇല്ല, പേരെഴുതിയിട്ടൊന്നുമില്ല നിങ്ങൾ സ്പെയിനിൽ കയറുകയാണെന്നൊന്നും. പക്ഷെ മറ്റേ സൈഡിലേക്ക്, സ്പെയിനിൻ്റെ സൈഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ പച്ചപ്പും ഈ ഫാം ലാൻഡ്സും എല്ലാം പോയി. പിന്നെ ഒരുമാതിരി വനം പോലുള്ള സ്ഥലത്തോടെയാണ്, വളരെ വേരുകളുള്ള, വേരും കല്ലും എല്ലാമായിട്ടുള്ള റോഡെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മഴ തുടങ്ങി, നല്ല മഴ. അത് മഴയ്ക്കയുടെ കൂട്ടത്തിൽ ഐസ്, ഇങ്ങനെ ചെറിയ കണികകൾ ഐസും ഉണ്ട്. അപ്പോൾ ഐസ് റെയിൻ എന്നാണ് അതിൻ്റെ പേര്. അതിനകത്ത് നല്ല കാറ്റും, ഇതിനെ അഗ്രവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാറ്റും ഈ തണുപ്പും മഴയെല്ലാം കൂടെ ആയപ്പോഴേക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും, ഞാനും ഭാര്യയുടെയും കൈയെല്ലാം മരവിച്ച് കാലെല്ലാം മരവിച്ച് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത്. കാറ്റോട് കൂടിയപ്പോഴേക്കും പ്രത്യേകം പറയാനില്ല. അപ്പോൾ അതിനകത്തോടെ പോയി ഞങ്ങൾ ഇറക്കമെല്ലാം ഇറങ്ങി റോൺസെസ്വാൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ചെന്നു. അതാണ് സ്പെയിനകത്തുള്ള ഒരു ആദ്യത്തെ ഞങ്ങളുടെ സ്റ്റോപ്പായിരുന്നു റോൺസെസ്വാൽസ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ എത്തി. അന്ന് രാത്രിയിൽ അവിടെ താമസിച്ചു. ആ താമസം അറേഞ്ച് ചെയ്തത് പിൽഗ്രിംസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് അറേഞ്ച് ചെയ്ത് തന്നത് ഞങ്ങൾക്ക്. അപ്പോൾ ഈ പിൽഗ്രിം ടീം അറേഞ്ച് ചെയ്ത് തന്നതിനകത്ത് ഞങ്ങൾക്കുള്ള എല്ലാ ദിവസത്തെ അക്കോമഡേഷൻ, അതായത് ഹോട്ടല്, ഇല്ലേ ആൽബർഗെ കാര്യങ്ങൾ, അതിനകത്ത് ഈ ലഗേജ് കൊണ്ടുപോകണം. ഈ ലഗേജിൻ്റെ വെയിറ്റ് അധികം കൂടാൻ പാടില്ല. കാരണം പലരും ഈ ലഗേജ് ചുമന്ന് കൊണ്ടുപോവുകയാണ്, അവരെ ബാക്ക് പാക്കിൽ വെച്ച് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ അതിന് പകരം ടൂറിസ്റ്റ് കമ്പനി ഒരു ഓഫർ വെച്ചു, നിങ്ങളുടെ ലഗേജ് A to B, ഇങ്ങനെ ഇന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അന്ന് വൈകുന്നേരത്തേക്ക് പോയി താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള താമസ സ്ഥലത്തേക്ക് ഈ ലഗേജ് എത്തിക്കാനായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. അതിന് എക്സ്ട്രാ മണി പേ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഞങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ ലഗേജ് എടുത്ത് താമസിക്കുന്ന ഹോട്ടലിൽ ആൽബർഗെ അതിനകത്ത് അവിടെ വെച്ചിട്ട് പോയാൽ മതി. ഞങ്ങൾ പുതിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഈ ലഗേജ് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരിക്കും. റോൺസെസ്വാൽസിലെ താമസ സ്ഥലത്തു നിന്ന് ഞങ്ങൾ രാവിലെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അടുത്ത സ്ഥലത്തിൻ്റെ പേര് സുബിറി എന്നാണ്. അപ്പോൾ ആ സുബിറിയിലേക്ക് പോകുന്ന വഴി ഇതുപോലെ വളരെ ഡേഞ്ചറസ് ആണ്. അത് നീ ബ്രേക്കർ, അതായത് മുട്ടൊടിക്കുന്നത്, ഇല്ലെങ്കിൽ ആംഗിൾ ട്വിസ്റ്റർ, കാലിൻ്റെ കുഴ തിരിച്ചു കളയുന്ന ഒരു വഴിയാണത്. വളരെ കെയർഫുൾ അല്ലെങ്കിൽ നമുക്ക് ആക്സിഡൻറ്റ്സ് ഉണ്ടാവാം. കാരണം അവിടെ ഈ മഴ പെയ്ത് വെള്ളം ഒലിച്ചിട്ട് ഈ പാറ തെളിഞ്ഞു വന്ന് അവിടെ ചാലുകളുണ്ടായി. അപ്പോൾ ആ ചാലിനകത്തോടെ ചവിട്ടിയിട്ട് വേണം നടന്നു പോകാനായിട്ട്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയാൽ മതി, വീഴും, കാലൊടിയുവോ അല്ലെങ്കിൽ ഉളുക്കുകയോ എന്ത് വേണേലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഭാര്യ ഞങ്ങളോട് പറഞ്ഞത് അവസാനത്തെ ആ 3 കിലോമീറ്റർ, അതായത് സുബിറിയിൽ എത്തുന്നതിന് മുമ്പ് 3 കിലോമീറ്റർ മുന്നേ അവിടുന്ന് ടാക്സി എടുത്തിട്ട് പോകുന്നതാണ് നല്ലതെന്ന് അവൻ പറഞ്ഞു. പക്ഷേ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞാനും വൈഫും കൂടി ഒരു തീരുമാനമെടുത്തു. ഈ എന്ത് വെയിലോ മഴയോ കയറ്റമോ ഇറക്കമോ എന്തു വന്നാലും ഈ യാത്ര
നിർത്തുന്ന പരിപാടിയില്ല, പോവുക. പിന്നെ വല്ല ആക്സിഡൻറ്റ് വരികയോ ഇല്ലെങ്കിൽ അസുഖം വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർത്താം. അപ്പോൾ ആ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തത് കാരണം ഈ ടാക്സി എടുക്കുന്ന പരിപാടി വേണ്ടാന്ന് വെച്ചു. എന്ത് സംഭവിച്ചാലും വേണ്ട, നടന്ന് തന്നെ ഇത് പോകും. അപ്പോൾ ഞങ്ങളുടെ വാക്കിംഗ് സ്റ്റിക്കും ഒക്കെ കുത്തിപ്പിടിച്ച് ഈ പാറക്കെട്ടിനിടയ്ക്കോടെ നടന്ന് സുബീറിയിലെത്തി. ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈ റോൺസസ്വാലസിൽ നിന്ന് സുബീറിയിലേക്ക് പോയപ്പോൾ ഞങ്ങൾ ലഗേജ് കയറ്റി വിടുവാണല്ലോ, അതിനകത്തായിപ്പോയി. ഈ സുബീറി ചെല്ലുമ്പോഴുള്ള ഹോട്ടലിൻ്റെ ഇൻഫർമേഷനും അവരുടെ ഫോൺ നമ്പറും എല്ലാം ഈ ലഗേജ് കയറ്റി വിട്ടതിനകത്തായിപ്പോയി. അപ്പോൾ സുബീറിയിലെത്തിയപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പേരും അറിയാൻ പാടില്ല, ഒന്നുമില്ല, ആകെപ്പാടെ പ്രശ്നമായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു ആൽബർഗയിൽ ചെന്ന് കയറി. അവിടുത്തെ മാനേജരായിരുന്ന ഒരു സ്ത്രീയോട് ചോദിച്ചു, ഇങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല, അഡ്രസ്സും ഇല്ല, അവരുടെ ടെലിഫോൺ നമ്പറും ഇല്ല, അതുകൊണ്ട് നിങ്ങളുടെ ഇവിടുത്തെ വൈഫൈ ഉപയോഗിച്ച്, കാരണം ബാക്കി അവിടെ ഫോൺ സിഗ്നൽ ഇല്ലായിരുന്നു, ഇവിടെ വൈഫൈ ഉപയോഗിച്ച് എനിക്ക് എൻ്റെ ഇമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടുപിടിക്കാൻ സമ്മതിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതാ എന്ന് പറഞ്ഞ് അവരുടെ വൈഫൈയുടെ പാസ്വേഡ് തന്നു. ഞാൻ അതിനകത്ത് ലോഗിൻ ചെയ്ത് ഇമെയിൽ തുറന്നു നോക്കിയപ്പോൾ താമസിക്കാനുള്ള ഹോട്ടൽ അത് ഈ ചെന്ന് കയറി ആൽബർഗയുടെ വളരെ അടുത്തുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവരോട് താങ്ക് യു ഒക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഹോട്ടലിൽ പോയി താമസിച്ചു. അവിടെ ആ ഹോട്ടലിൽ റെസ്റ്റോറൻ്റ് ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ദൂരെ അങ്ങ് നടന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്ററോളം നടന്നാൽ അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അന്ന് അവിടെ പോയി ഡിന്നറും കഴിച്ച് തിരിച്ചു വന്നു. അന്നത്തെ ദിവസം അങ്ങ് തീരുക ചെയ്തു ഞങ്ങൾക്ക്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഈ താമസിക്കുന്ന ആൽബർഗകളിലോ ഇല്ലെങ്കിൽ ഹോട്ടലിലോ ഇല്ലെങ്കിൽ അടുത്തുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് പ്രധാനമായിട്ടും ഈ കമീനോ വാക്കിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി കസ്റ്റം മെയ്ഡ് എന്ന് വേണേൽ പറയാം, അങ്ങനെയുള്ള ഫുഡാണ് കിട്ടുന്നത്. ആവശ്യത്തിന് പ്രോട്ടീനും ഈ കാർബോഹൈഡ്രേറ്റും ഒക്കെ. അപ്പോൾ നമുക്ക് അധികം അങ്ങനെ ഫാറ്റ് കൂടുവോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ കഴിച്ചിട്ടാണ്. പിന്നെ വെള്ളം എടുത്ത് വയ്ക്കും. എനർജി ബാർ എന്ന് പറഞ്ഞ പ്രോട്ടീൻ റിച്ച് എനർജി ബാറുകൾ എടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യത്തിന് ഫ്രൂട്ട്സും വെള്ളവും ബാക്കി ഈ സ്നാക്കും ഒക്കെ ഞങ്ങളുടെ ബാഗിനകത്തുണ്ടായിരുന്നു. അത് കഴിച്ചിട്ടാണ് ഞങ്ങൾ സർവൈവ് ചെയ്യണത്. അപ്പോൾ 3-ാം ദിവസം ഞങ്ങൾ സുബീറിയിലെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിറങ്ങി. അവിടുത്തെ റിസപ്ഷനിസ്റ്റിൽ നിന്ന് ആൾ എന്നോട് പറഞ്ഞു, ഇനി പോകുന്നത് വലിയ കൈൻഡ് ഓഫ് ലെവലായിട്ടുള്ള റോഡാണ്, വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. 20-22 കിലോമീറ്റർ നടക്കണം. പക്ഷേ വെളിയിൽ ഇറങ്ങിയപ്പോൾ കുറച്ച് മഴ പെയ്തു. ആ റോഡ് അവൾ പറഞ്ഞ പോലെ അല്ല, കുറച്ച് കയറ്റം ഇറക്കമൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളത് മാനേജ് ചെയ്തു, ഒരു കുഴപ്പമില്ല. അവിടുന്ന് ആണ് പാംപ്ലോണ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. പാംപ്ലോണ സിറ്റിയിലേക്ക് അടുത്തപ്പോൾ അവിടെ ഒരു നദി ഇങ്ങനെ ഒഴുകുന്നു. ഈ നദിയുടെ മുകളിൽ കൂടെ ഇങ്ങനെ സിക്സാഗ് ഷേപ്പിലൊരു പാലം, ഓൾമോസ്റ്റ് വെള്ളത്തിൽ മുട്ടാൻ പാകത്തിനൊരു പാലമാണ്. എന്തുകൊണ്ടോ അവർ ആ പാലം അടച്ചു വെച്ചു, അപ്പുറത്തേക്ക് കടക്കാൻ മാർഗമില്ല. അതിൻ്റെ സൈഡിൽ മുന്നോട്ട് നമ്മൾ നടന്ന് പാലത്തിനടുത്ത് എത്തുമ്പോൾ ഇടത്തുവശത്ത് ഈ ഇരുമ്പഴികൾ ഇട്ടിട്ട് ഒരു വേലി ഉണ്ടായിരുന്നു. ഞങ്ങൾ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 പേരും ആ വേലി കടന്ന് പിടിച്ച് കയറി അപ്പുറത്ത് കടന്ന് അങ്ങനെയാണ് ഞങ്ങൾ പാംപ്ലാനോ സിറ്റിയിൽ എത്തിയത്. അവിടെ ഈ കാള ഓട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്, വേൾഡ് ഫേമസ് ആണ് ഈ പാംപ്ലോണ. ഈ പാംപ്ലോണയിൽ ചെന്ന് ഞങ്ങൾ സെറ്റിൽ ചെയ്തിട്ട് പിറ്റേന്നും അവിടെ തന്നെ താമസിച്ചു. കാരണം ആ സിറ്റി നല്ല ബ്യൂട്ടിഫുൾ ഒരു സിറ്റിയാണ്. എല്ലാ സിറ്റികളും ബ്യൂട്ടിഫുൾ ആണ്. ഈ പാംപ്ലോണ സിറ്റിയിലെ കാഴ്ചകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് സിറ്റഡൽ ഓഫ് പാംപ്ലോണ, അതായത് ഒരു കോട്ടയാണ് ഈ മലയുടെ മുകളിൽ. അത്ര ഹൈറ്റുള്ള മലയല്ല, പക്ഷേ പാംപ്ലോണയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് ആയിരുന്നത്. അവിടെ പോയി നിന്നാൽ നമുക്ക് 360 ഡിഗ്രി ഈ പാംപ്ലോണയിലെ കാഴ്ചകൾ കാണാൻ പറ്റും. അങ്ങനെ അവിടെ പോയി കാഴ്ചകൾ കണ്ടു. അവിടെ വെച്ച് 2 കനേഡിയൻസ് ഞങ്ങൾ പരിചയപ്പെട്ടു, നല്ല ആൾക്കാർ. അവരുമായിട്ട് കുറച്ചൊരു ഒരുമിച്ച് സംസാരിച്ചൊക്കെ നടന്നു. അപ്പോൾ അതിമനോഹരമായ പാംപ്ലോണ സിറ്റി ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടിട്ട് അന്ന് വൈകുന്നേരത്തെ സ്റ്റേക്ക് വേണ്ടി തലേന്ന് രാത്രിയിൽ സ്റ്റേ ചെയ്ത സെയിം ഹോട്ടലിലേക്ക് പോയി. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റ് റെഡിയായി. അവിടുന്ന് പുണ്ടാല റെയ്ന എന്ന് പറയുന്നതായിരുന്നു അടുത്ത സ്റ്റോപ്പ്.
പോംപ്ലാനോയിൽ നിന്ന് പുണ്ടാല റെയ്നയിലേക്ക് പോയപ്പോഴേക്കും പിൽഗ്രിംസിൻ്റെ എണ്ണം കൂടി. പോംപ്ലാനോ ഒരു ഇമ്പോർട്ടൻ്റ് സ്ഥലമായതുകൊണ്ട് കുറേ ആൾക്കാർ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ആൾക്കാരെ കാണാനും അവരുമായിട്ട് സംസാരിക്കാനൊക്കെ ഇടയുണ്ടായി. അപ്പോൾ അടുത്ത ദിവസം പുണ്ടാല റെയ്നയിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റോപ്പ് അയൂഗി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അങ്ങോട്ടുള്ള വഴിയും വലിയ കുഴപ്പമില്ല, ചെറിയ കയറ്റം ഇറക്കമൊക്കെ ഉണ്ട്. ടാറിട്ട റോഡല്ല, ഈ വഴി മാത്രം, ഈ കല്ലും കട്ടയൊക്കെ ഉള്ള റോഡ്. മഴയില്ലായിരുന്നു, സാമാന്യം തെറ്റില്ലാത്തൊരു ദിവസം. അന്ന് ഞങ്ങൾ നടപ്പ് തുടങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടുത്തെ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കൊറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടു. ഈ കൊറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി അവിടുത്തെ സാലഡും പിന്നെ ഒരു സൂപ്പും എല്ലാമായിട്ട് അന്ന് ലഞ്ചും കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അയൂഗിയിൽ നിന്ന് ഞങ്ങൾ പോയത് ലോസ് ആർക്കോസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ലോസ് ആർക്കോസിൽ നിന്ന് വിയാനയിൽ നിന്ന് നവററ്റ്, അങ്ങനെ 3 ദിവസം യാത്ര ചെയ്തപ്പോൾ വലിയ സ്ട്രെസ്ഫുൾ ഒന്നും ആയിരുന്നില്ല, ഒരുമാതിരി ലെവലുള്ള റോഡ്. അപ്പോൾ ഇതിന് ഒരു കാര്യം പറയാനുണ്ട്. ഈ വഴി കണ്ടുപിടിക്കുന്നത്, ഈ കമീനോവാക്ക് തുടങ്ങിയപ്പോൾ അന്നത്തെ കാലത്ത് പുരോഹിതരും പിന്നെ അവിടുത്തെ ലോക്കൽ ആൾക്കാരും കൂടെ കൂടിയിട്ട് ആൾക്കാർക്ക് വഴി കണ്ടുപിടിക്കാനായിട്ട് ഒരു ഷെല്ലിൻ്റെ ഷേപ്പ്, അതായത് സ്കാലപ്പ് എന്നാണ് പറഞ്ഞത്, കക്ക പോലുള്ളൊരു സാധനം, അതിൻ്റെ ലൈനുകൾ വെച്ച് ഒരു പടമെടുത്ത് ഇതിൽ വരച്ച് വെക്കും ഒരു ആൾക്കാർ. അന്ന് ഈ ആൾക്കാർക്ക് വഴി കണ്ടുപിടിക്കാനുള്ള പരിപാടി ചെയ്തു വെച്ചതാണ്. അപ്പോൾ ഈ പോകുന്ന പിൽഗ്രിംസ് നടന്നു വരുന്ന ആൾക്കാർക്ക്, എല്ലാവരും പിൽഗ്രിംസ് ആവണമെന്നില്ലല്ലോ, നടന്നു വരുന്ന ആൾക്കാർക്ക് കണ്ടുപിടിക്കാനാണ്. പോകുന്ന വഴിക്ക് ഇത് വനത്തിക്കിടെ ഞങ്ങൾ നടന്നപ്പോൾ അവിടെയാണ് മരത്തിൽ യെല്ലോ ആരോസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫോളോ ചെയ്താണ് ആൾക്കാരെ പോകുന്നത്. പിന്നെ ചെറിയ ടൗണിൽ വരുവാണെങ്കിൽ അവിടുത്തെ ഭിത്തികളിൽ ഇങ്ങനെ മഞ്ഞ ആരോ വയ്ക്കും. പിന്നെ ചില ടൗണിൽ ഈ സൈഡ് വാക്കിൻ്റെ മുകളിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കാലപ്പിൻ്റെ ഈ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ സാധനം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കും താഴെ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഈ ആൾക്കാർ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര ചെയ്യുന്നത്. കൺഫ്യൂഷൻ വരികയില്ല, ഇത് നോക്കിയിട്ടങ്ങ് പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ നവററ്റ് വരെ എത്തി ആ 3-ാം ദിവസം. അടുത്ത ദിവസം നവററ്റിൽ നിന്ന് ഞങ്ങൾ അസോർഫ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയത്. ഇതൊന്നും വലിയ സിറ്റികളല്ല, പക്ഷേ സാമാന്യം തെറ്റില്ലാത്ത സ്ഥലങ്ങളാണത്. അപ്പോൾ ഈ അസോർഫയിൽ ചെന്ന് പോയ വഴിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി. ഈ ഹോട്ടലിൽ കയറി അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം കണ്ടത്, ഒരു വളരെ എനർജറ്റിക് ആയിട്ടൊരു ക്യൂട്ട് ലുക്കിംഗ് യങ് ഗേൾ. അവൾ മേ ബി 8 വയസ്സ് കാണുമായിരിക്കും. അവളുടെ അപ്പനും വല്യപ്പനും എല്ലാവരും കൂടെ നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റാണത്. ഈ കൊച്ച് അവിടെ ഓടി നടന്നാണ് ജോലി ചെയ്യുന്നത്. 2 മേശയുടെ മുകളിലേക്ക് ഇങ്ങനെ കൈ കുത്തിയിട്ട് അവൾ ചാടി കടന്ന് ഈ ടേബിളിൽ ഇരിക്കുന്ന വേസ്റ്റ് പ്ലേറ്റ്സ് ഉണ്ടല്ലോ, ഫുഡ് കഴിച്ചു കഴിഞ്ഞത്, അതൊക്കെ പെട്ടെന്ന് എടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുന്ന് പുതിയ പാത്രങ്ങൾ എടുത്തുകൊണ്ട് സെറ്റപ്പ് ചെയ്യുന്നു. ഞങ്ങളത് കണ്ടപ്പോഴേക്കും ഒരു ബ്യൂട്ടിഫുൾ, അവളുടെ ആ നടപ്പും പെരുമാറ്റമൊക്കെ കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് 2 പേർക്കും. അപ്പോൾ ആ കൊച്ചിനോട് അടുത്ത് വരാൻ പറഞ്ഞ് പേര് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് ടിപ്പ് കൊടുത്ത കൊച്ചിന്, ജസ്റ്റ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൾ അത് കിട്ടിയ ഉടനെ അടുക്കളയിലേക്ക് ഓടി അമ്മയെ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നു. അമ്മ ഞങ്ങൾക്ക് താങ്ക് യു പറഞ്ഞു. വീണ്ടും ഞങ്ങൾ കുറേ ടിപ്പം കൊടുത്തു. അവരെല്ലാം ഹാപ്പിയായി. പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ ആ കൊച്ചിനെ പറ്റി പറഞ്ഞപ്പോൾ അങ്ങനെയാണ് അവിടെ ഒരു വളരെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായി ആ ഹോട്ടലിൽ. അപ്പം നവരറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അസോർഫ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയത്. ഈ അസോർഫയിൽ നിന്ന് ഗ്രാനോൺ, അവിടുന്ന് ശേഷം വില്യം ബീസ്റ്റായിൽ നിന്ന് അറ്റാപ്യൂർക്കെ, ഇങ്ങനെ 3 ടൗണുകളിലേക്കാണ് അടുത്ത ദിവസങ്ങൾ ഞങ്ങൾ യാത്ര ചെയ്തത്. അതിൽ ആ കൂട്ടത്തിൽ ഏറ്റവും റിസ്കി ആയിട്ട് നടന്നത് അറ്റാപ്യൂർക്കയിലേക്കാണ്. ഈ അറ്റാപ്യൂർക്കയിലേക്ക് പോകുന്ന വഴിക്ക് ഇടിമിന്നലോടുകൂടി നല്ല മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റെയിൻകോട്ട് എടുത്തിട്ടു. തണുപ്പ്, മഴ, ഈ റോഡിൽ മുഴുവൻ വെള്ളക്കെട്ട്. അതിനകത്തോടെ ഒരു വിധത്തിൽ ഞങ്ങൾ നടന്ന് കിലോമീറ്ററുകൾ 10-21 കിലോമീറ്റേഴ്സ് മുഴുവൻ സ്ഥലം ഈ ചെളി വെള്ളത്തിലൂടെ അല്ല ഇത് മജോറിറ്റി ഓഫ് ദ റൂട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ചെളിയിലൂടെയൊക്കെ ഈ ഇടിമിന്നലിനകത്തൂടെയൊക്കെ ഈ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തോടെ എത്തി ഞങ്ങൾ ബർഗോസ് വരെ ചെന്നു. ബർഗോസാണ് ഈ പോംപ്ലാനോ കഴിഞ്ഞാൽ അടുത്ത മെയിൻ സിറ്റി ബർഗോസാണ്. ബർഗോസിൽ ഒരു ദിവസം എക്സ്ട്രാ നടന്ന് എത്തിയിട്ട് പിറ്റേന്ന് അവിടുന്ന് പോയില്ല. അന്ന് ഞങ്ങൾ അവിടെ താമസിച്ചു. അവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ കത്തീഡ്രലുണ്ട്. പിന്നെ ആ സിറ്റി
അതിമനോഹരമായ സിറ്റിയാണ്. അങ്ങനെ വെൽ മാനിക്യൂർഡ്, അത് കട്ട് ചെയ്തൊക്കെ നിർത്തിയിരിക്കുന്ന മരങ്ങളും സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു, വേറെ റോഡിൻ്റെ സൈഡിൽ മരങ്ങൾ, അങ്ങനെ അതിമനോഹരമായ ഒരു സിറ്റിയാണ്. ക്ലീൻലിനെസ് പ്രത്യേകിച്ച് പറയാനില്ല. അവിടെ സ്പെയിനിലെ എല്ലാ സിറ്റികളും എല്ലാ സ്ട്രീറ്റുകളും വളരെ ക്ലീനാണ്. ഒരഴുക്കും പ്ലാസ്റ്റിക് ബാഗുകളോ ഒന്നും അവിടെ ഇട്ടിട്ടില്ല. ബർഗോസിൽ നിന്നുള്ള അടുത്ത യാത്ര ഹോർണിയോസ് ഡെൽ കമീനോ എന്നു പേരുള്ള സ്ഥലത്തേക്കായിരുന്നു.